നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഹാരിസ് ചിറക്കലിട്ട ഒരു ഫേസ്ബുക്കിലെ വൈകാരിക പോസ്റ്റ് കണ്ടത്. അതിനെ തുടർന്ന് മന്ത്രിയുടെ പ്രതികരണം കണ്ടു. മന്ത്രി പറഞ്ഞ പല കാര്യങ്ങളിലും അതിൽ തെറ്റിദ്ധാരണ പടർത്തുന്നുണ്ട്. നമുക്ക് ആദ്യം ഡോക്ടറുടെ വിശദീകരണം ഒന്ന് കേട്ടേച്ചു. ഞാനൊരു ഡിപ്പാർട്ട്മെന്റ് മേധാവി എന്നുള്ള നിലയ്ക്ക് എനിക്കതിനകത്ത് ഞാൻ വളരെ ആ കാര്യത്തിൽ വളരെ പ്രഷറൈസ്ഡ് ആണ്. അതിനകത്ത് ഈ ജനങ്ങൾ വരുമ്പോൾ അവരോട് നമുക്കൊരു ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതിനകത്ത് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. അത് അങ്ങേയറ്റം ആയപ്പോഴാണ് ഞാനത് പോസ്റ്റ് ഇട്ടതും ഞാനത് ലീവ് എടുത്തതും ഞാനതിനെപ്പറ്റി ജോലി തന്നെ റിസൈൻ ചെയ്ത് പോകണം എന്ന് ഒക്കെ ഞാൻ വിചാരിച്ചു. അത് പോസ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഞാൻ ആ പോസ്റ്റ് എഴുതിയത്. അപ്പോൾ രാവിലെ ഞാനത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും DMEയും ഒക്കെ വിളിച്ചിരുന്നല്ലേ. അപ്പോൾ അവർ എനിക്ക് ആദ്യം ഉറപ്പ് തന്നു, ഇതെല്ലാം പരിഹരിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് പരിഹരിക്കാം എന്ന് ഉറപ്പ് തന്നതാണ്. പോസ്റ്റ് പിൻവലിക്കണം, അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പല പ്രാവശ്യം ഇതുപോലെ ഉറപ്പുകൾ ഇതിനു മുമ്പ് തന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഇതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പോസ്റ്റ് പിൻവലിച്ചില്ല. അതുപോലെ തന്നെ അതിനകത്ത് അഭിപ്രായങ്ങൾ തന്നെയാണ്. അഭിപ്രായങ്ങൾ മാറാനുള്ള യാതൊരു കാരണം ഒന്നുമില്ല. പിൻവലിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് വരും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഞാനത് കഴിഞ്ഞിട്ട് ഇതുപോലെ നിരന്തരം ഒരുപാട് പേര് ഫോൺ വിളിക്കുന്നത് കൊണ്ട് ഞാൻ അത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ ഇതുപോലെ അവരുടെ വൈഫ് ഇവിടെ കുണ്ട്ര ഗവൺമെൻറ് ഹോസ്പിറ്റൽ സിവിൽ സർജനാണ്. പുള്ളിക്കാരി എന്നെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ പലരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എന്താണ് പ്രശ്നമെന്ന് എന്നെ വിളിച്ച് ചോദിച്ചു. അതുപോലെ എൻ്റെ ബ്രദറെല്ലാം ഇവിടെ ഉണ്ട്, പുള്ളി CPMൻ്റെ ഒരു നേതാവാണ്, കരമന ഹരി. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ മിനിസ്റ്റർ ഓഫീസിനെ വിളിച്ചിട്ടുണ്ട്, അവിടെ മിനിസ്റ്ററുടെ PS ഇതുപോലെ കാര്യങ്ങൾ പരിഹരിച്ച് തരാമെന്ന് പുള്ളിക്ക് നല്ല ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ പോസ്റ്റ് പിൻവലിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് പിൻവലിക്കും. മിനിസ്റ്റർ പറഞ്ഞ ആദ്യത്തെ കള്ളം ഇവിടെയാണ്. അതായത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ ഈ സംഭവം പെട്ടിട്ടില്ല എന്നുള്ളതാണ് മിനിസ്റ്റർ ആദ്യം പറയുന്ന സംഭവം. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. ഒരു ദിവസം 4 ശസ്ത്രക്രിയയൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇന്നലെ 3 ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിശ്വനാഥൻ അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ ഇല്ല, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ആ രീതിയിൽ ഈ പ്രശ്നം എത്തിയിട്ടുമില്ല. DMEയുടെ മുന്നിലും അങ്ങനെ ഒരു വിഷയം, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. DMEയുടെ ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. ഇപ്പോൾ മന്ത്രി പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ടു. അപ്പൊ അതായത് ഈ ഡോക്ടർ തന്നെ ഇപ്പൊ വിശദീകരിച്ചിട്ടുണ്ട്. ഡോക്ടറുടെ ബ്രദറിലായ കരമന ഹരിയെ മിനിസ്റ്ററുടെ PS നേരിട്ട് വിളിച്ച് ഈ പോസ്റ്റ് പിൻവലിപ്പിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മിനിസ്റ്റർ പറഞ്ഞ ഒന്നാമത്തെ കള്ളം അതാണ്. ബാക്കി ഡോക്ടർ പറയുന്നവിടെ കേൾക്കാം. ഇങ്ങനത്തെ വൈറ്റ് വാഷിങ്ങിലാണ് ഈ പരിപാടികളെല്ലാം മുടങ്ങുന്നത്. നമ്മളൊരു കാര്യമായിട്ട് അവർ ചെയ്യുമ്പോൾ ഇതിനുപോലുള്ള അനാവശ്യമായിട്ടുള്ള കൗണ്ടർ പോയിന്റുകൾ നിരത്തി അവരെ ഇതിനെപ്പറ്റി ഈ നമ്മുടെ വാക്കുകളെ അപ്രസക്തമാക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇനി മിനിസ്റ്റർ പറഞ്ഞ 4 ശസ്ത്രക്രിയയെക്കുറിച്ച് ഡോക്ടറുടെ വെർഷൻ എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഇന്നലെ ചെയ്യേണ്ട കേസുകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് വെച്ച് നമ്മൾ ചെയ്യേണ്ട ഉപകരണം, ആ കേസുകൾ നമ്മൾ ഇന്നലെ മാറ്റിവെക്കുകയായിരുന്നു. ഉപകരണം ഇല്ലാത്തതിന് മാറ്റിവെച്ചിട്ട് മറ്റ് കേസുകളാണ് ചെയ്യേണ്ടി വന്നത്. അതാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞില്ല. നമ്മളെല്ലാവരും മെഡിക്കൽ കോളേജ് പോയിട്ടുള്ളതാണ്. നമ്മുടെ ആവശ്യത്തിനല്ലെങ്കിൽ മറ്റൊരാളുടെ ആവശ്യത്തിന് സർജറിക്ക് ഉറപ്പായി പോയി കാണും. നമുക്ക് സർജറിക്ക് ഡേറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെല്ലുന്ന നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച്, പിന്നെ അല്ലെങ്കിൽ എമർജൻസി ആൾക്കാർക്ക് അനുസരിച്ച്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ വാചകത്തിൽ ഒന്നുണ്ട്. എന്താണ്? ചെയ്യേണ്ട സർജറി സാധനമില്ലാത്തതിനാൽ മാറ്റിവെച്ചിട്ട് മറ്റ് സർജറികൾ ചെയ്തു. എണ്ണത്തിൽ സർജറി ചെയ്തിട്ടുണ്ട്, കറക്റ്റാണ്. അതായത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് തന്നെയാണെങ്കിൽ പല ടൈപ്പ് സർജറികളുണ്ട്. കിഡ്നി സ്റ്റോൺ റിമൂവൽ, കിഡ്നി ട്യൂമർ റിമൂവൽ, സർജറി, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെ പല ടൈപ്പ് സർജറികളുണ്ട്. അപ്പൊ ഞാനതൊരു 2-3 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് സർജറിക്ക് പേഷ്യൻസിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് ഡോക്ടർ പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്ത് IP നമ്പറിൻ്റെ അതേ ക്രമപ്രകാരമാണ് ചെയ്തത്. അതായത് മറികടന്ന് ഒരാളിനെ പോലെ ഓപ്പറേഷൻ ചെയ്യാൻ വന്നിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് ഇതിനകത്ത് എമർജൻസി ആയിട്ടുള്ള കേസുകളുണ്ട്, വളരെ പെയിനുള്ള പേഷ്യൻസ് ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവരെ മാറ്റിവെച്ച് ഇന്നലെ മാറ്റിവെച്ചു. ഇനി മാറ്റിവെച്ചിട്ട് അടുത്തത് ഇനിയും ചൊവ്വാഴ്ചയാണ് അടുത്ത ഓപ്പറേഷൻ തിയേറ്റർ. അന്നത്തേക്ക് ഇത് വരുമെന്നൊരു യാതൊരു ഉറപ്പുമില്ല. ഉദാഹരണത്തിന് കിഡ്നി സ്റ്റോൺ ഉള്ള ഒരു രോഗിക്കാണ് ഇന്ന് സർജറിക്ക് ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അതിനുള്ള എക്യുപ്മെന്റ്സോ മെഡിസിനോ ഇല്ലാത്ത സാഹചര്യത്തിൽ
ഇവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റോ അല്ലെങ്കിൽ മെഡിസിനോ ഏതാണുള്ളത് ആ പേഷ്യന്റിന് ഇവർ സർജറി ചെയ്യാൻ തയ്യാറാവും. അപ്പൊ സർജറിയുടെ എണ്ണം കൃത്യമായി കാണിക്കും. ഈ സർജറി മാറ്റി വെക്കപ്പെട്ട രോഗിക്ക് പിന്നെ എപ്പോ സർജറി നടക്കും എന്നതിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അവിടെയാണ് മന്ത്രി പറഞ്ഞ രണ്ടാമത്തെ കള്ളം വരുന്നത്. സർജറിയുടെ എണ്ണം മന്ത്രി പറയുന്നുണ്ട്, പേഷ്യന്റായി സർജറി മാറ്റി വെക്കപ്പെട്ട രോഗിയുടെ കാര്യത്തെ കുറിച്ച് മന്ത്രി പറയില്ല. ഈ പർട്ടിക്കുലർ ഉപകരണത്തിനെ പറ്റി ഞാൻ 3 മാസം മുമ്പേ ഇവർക്ക് റിക്വസ്റ്റ് കൊടുത്താണ്. അതിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അനുവദിച്ചിട്ടുണ്ടോന്നെങ്കിലും സാധനം എത്തണ്ടേ. ഈ അനുവദിച്ചു എന്ന് ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ലല്ലോ. ആ മുടങ്ങിയ ശസ്ത്രക്രിയ. അപ്പൊ അവരെ ഇനി എന്നാണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു ഉപകരണം എപ്പോഴും വരും എന്ന് അറിയത്തില്ല, സ്വിറ്റ്സർലൻഡ് മെയ്ഡ് സാധനമാണ്, ഇത് പെയിൻ ഉള്ള പേഷ്യൻസ് ആണ്. അപ്പോൾ ആ സർജറി മാറ്റി വെച്ചാൽ പിന്നെ അടുത്ത് എപ്പോൾ നടക്കുമെന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റിന് 3 മാസം മുമ്പേ ഞാൻ റിക്വസ്റ്റ് കൊടുക്കുകയും ഇതിന് നിരന്തരം HDS ഓഫീസിലെ സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും ഇത് നിരന്തരം നമ്മൾ അറിയിക്കുകയാണ്. 8 മാസം മുമ്പേ ഇതേ പ്രശ്നങ്ങൾ ഇതേ റൂട്ടിൽ തന്നെ പോയി. അന്ന് ഞാൻ ഇത്തരം തരം പ്രതികരിച്ചിട്ടില്ല. അന്ന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ HDS ഓഫീസിലെ ഈ പിന്നെ ബന്ധപ്പെട്ട് അവരെ ഈ സൂപ്രണ്ടിനും ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയൊക്കെ ഞാൻ നന്നായിട്ട് അവരോട് സംസാരിച്ച് അത് എങ്ങനെയെങ്കിലും അന്ന് പരിഹരിച്ചെടുത്താണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നതാണ് ഇനി ഇതുപോലെ മേലൊരു പ്രശ്നം ഇതിനകത്ത് വരരുത്. ഇതിനേക്കാൾ വലിയ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി ഡോക്ടർ പറഞ്ഞു. HDSലേക്ക് വരുന്ന രോഗികളിൽ നിന്ന് 3000-വും 4000-വും ഡോക്ടർ പറഞ്ഞടപ്പിച്ച പൈസ ഏതാണ്ട് 50 ലക്ഷത്തിന് മുകളിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. എന്നിട്ടാണ് അവർ ഈ സാധനം സപ്ലൈ ചെയ്യാറ്. ജനങ്ങളിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഒരു മിനിസ്റ്റർ എത്ര നിരുത്തരവാദിത്തപരമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDS ഓഫീസ് സൗജന്യമായിട്ടൊന്നും അല്ല ഇത് തരുന്നത്. ഇവിടെ വരുന്ന എല്ലാ രോഗികളുടെയും കയ്യിൽ നിന്ന് ഞാൻ 3000-4000 രൂപ ഞാൻ പറഞ്ഞിട്ട് രോഗികൾ HDSന് അടയ്ക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, അവർക്കൊന്നുമില്ല, HDSന് അടയ്ക്കുകയാണ്. ഞാൻ കൈക്കൂലിയൊന്നും വാങ്ങിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞ രോഗികൾ കേൾക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ച് പൈസ HDSന് അടയ്ക്കും, ഇനിയും നിങ്ങൾ വരുന്ന ആർക്കൊക്കെ പ്രയോജനപ്പെടട്ടെ. അങ്ങനെ നമ്മൾ അടയ്ക്കുന്ന പൈസ, ആ അടയ്ക്കുന്ന തുക തന്നെ ഏതാണ്ട് 50 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കവിഞ്ഞു. അതിൻ്റെ എല്ലാം കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ആ പണം ഉപയോഗിച്ച് ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു തരാമെന്നുള്ളതായിരുന്നു നേരത്തെ ഇതിനു മുമ്പിരുന്ന സൂപ്രണ്ടുമായിട്ടുള്ള ധാരണ. അതിൻ്റെ പേരിലാണ് പേഷ്യൻ്റെ പണം പിരിക്കുന്നത്. ഒരു സർക്കാർ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ നിന്ന് പണം പിരിക്കാനുള്ള യാതൊരു അർഹതയും എനിക്കില്ല, HDSനും ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇന്റേണൽ അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയത് ഇതുപോലെ ശസ്ത്രക്രിയകൾ മേലിൽ മുടങ്ങരുത് എന്ന് വിചാരിച്ച് ഇതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അതിൻ്റെ ആക്സസറീസും റെഗുലറായിട്ട് തരണം എന്ന് പറഞ്ഞ ധാരണയിലാണ് ഇത് ചെയ്തത്. എങ്ങനെയുണ്ട്? ഇതാണ് ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവി മാത്രം തുറന്നു പറഞ്ഞ കാര്യങ്ങൾ. നമ്പർ 1 കേരളം നമ്പർ 1 ആകണം എന്ന് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം. പക്ഷെ ഇതുപോലെ പരസ്യവാചകമാവും. സാധാരണ രോഗികൾ അവര് പൈസ അടച്ച ആ പൈസയ്ക്ക് പോലും എക്യുപ്മെന്റ്സ് എത്തിക്കാൻ കഴിയാത്തൊരു മിനിസ്റ്റർ. ഇനി മിനിസ്റ്റർ പറഞ്ഞ മറ്റൊരു മറുപടി കൂടെ ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം പത്രക്കാർ എല്ലാവരും കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന അവിടെ കുറെ എക്യുപ്മെന്റ്സ് മേടിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. രോഗിയുടെ അസുഖത്തിനാണ് ചികിത്സിക്കാനുള്ള ഇരിക്കുന്ന എക്യുപ്മെന്റ്സ് എടുത്ത് രോഗിയുടെ പുറത്തോട്ട് കയറ്റുകയല്ല ചെയ്യുന്നത്. അതെങ്കിലും സാധാരണഗതിയിൽ ഒരു മന്ത്രി മനസ്സിലാക്കേണ്ടതാണ്. ഞാനൊന്ന് തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മാധ്യമപ്രവർത്തകരായ നിങ്ങളെയും കൂടി മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാനൊന്ന് വരട്ടെ തിരുവനന്തപുരത്ത്, നമുക്കൊന്ന് പോയി നോക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുതിയ എക്യുപ്മെന്റ്സ് ഉണ്ടോ, പുതിയ സംവിധാനങ്ങളുണ്ടോ? ചക്ക എന്ന് ചോദിക്കുമ്പോൾ മാങ്ങ എന്ന് ഉത്തരം പറയും. ഇനിയിപ്പോ ഒരു കുറെ കണക്കുകൾ വരും. അവിടെ ഡെയിലി ഇത്ര സർജറി നടന്നു, അവിടെ ആ സർജറി നടന്നു, ഇവിടെ ഇത് നടന്നു, ഇവിടെ ഇത്രയുണ്ട്, നമ്മൾ വന്നതിന് ശേഷം അവിടെ മുതൽ അവിടെയാണ്, ഇവിടെയാണ്. ഇനി ഒരു മലമറിക്കലിന്റെ ബഹളമായിരിക്കും. ഒന്നും നടക്കൂല. പലയിടത്തും പലരും പറയാൻ മടിക്കുന്നു. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റിന്റെ വാക്കുകളുടെ കേൾക്കാം. ഞങ്ങളുടെ GB-കളിൽ അദ്ദേഹം സ്ഥിരമായി വരുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് കഴിഞ്ഞ 1-2 വർഷമായിട്ട് തന്നെ പലരും GB-യിൽ ഇങ്ങനെ റേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കേസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു മെഷീൻ്റെ യൂസും സത്യം പറഞ്ഞാൽ നമ്മളൊരു ആവറേജ് യൂസിനേക്കാളും കൂടുതൽ ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നാച്ചുറലി അതിൻ്റെ ഒരു വെയർ ആൻഡ് ടയർ കൂടുതൽ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിലും അതിൻ്റെ പാർട്സ് വാങ്ങിക്കുന്ന കാര്യങ്ങളായാലും എല്ലാത്തിലും ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ളൊരു ഡിലേ, അത് ഒരുപാട് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആണ് അദ്ദേഹം പങ്കുവച്ചത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ആക്ച്വലി എല്ലാവരുടെയും തന്നെ ഒരു വിഷയമാണത്. വൈകാരിക പ്രകടനം മാത്രമായി കാണാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു ഇത്രയും വർഷം സർവീസ് ഉള്ള ഒരാളാണ്, ഒരു വകുപ്പ് മേധാവിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്
ഇതിൻ്റെ പുറകെ നടന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കവയ്യാതെ വന്നപ്പോഴായിരിക്കും അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടുണ്ടാവുക. അല്ല, അങ്ങനെ ഒരു പേടി ഉള്ളത് കൊണ്ടാണല്ലോ പലരും ഇതൊന്നും പുറത്ത് പറയാതിരിക്കുന്നത്. അപ്പം അങ്ങനെ പറയാതിരുന്നാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും കാണുന്നതാണ് പരിഹാരം ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പിന്നെ ഹാരിസ് സാറാണെങ്കിൽ നമുക്ക് ഇന്നേ വരെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാതിയോ പ്രശ്നങ്ങളോ ഒന്നും പേഷ്യൻ്റ് കെയറിലാവട്ടെ അല്ലാതെ ആവട്ടെ ഒരു ഇഷ്യൂസും ഉള്ള ഒരാളല്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റിന്, പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയാണ് എന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു എന്താ പറയുക, സിസ്റ്റത്തിനെതിരായിട്ടുള്ളൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ പറഞ്ഞുകൂടാത്ത ഒരു സാധനം പറഞ്ഞതായിട്ടോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ എടുത്തിട്ട് ഒരു ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ സംഘടനയ്ക്ക് അതിൽ ശക്തമായി ഇടപെടേണ്ടി വരും. അവസാനമായി ഒന്ന് സംഭവിക്കും, വേറൊന്നുമല്ല. സാധാരണക്കാരന് വേണ്ടി സംസാരിച്ച ഈ ഡോക്ടറെ പണിയങ്ങ് പോകും. ഡോക്ടർ ഓൾറെഡി റിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ നടപടി എടുക്കണേ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. എങ്കിലും ഇതാണ് സംഭവിക്കാം.